ഹായ് ഫ്രണ്ട്സ്, ചിത്രദുർഗ ഫോർട്ടിനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ വാഹനം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. വിശാലമായ ഈ ഹരിതഭൂമിയിലൂടെ, സമ്പന്നമായ ഈ കൃഷിയിടങ്ങളിലൂടെ ഒഴുകി നീങ്ങുന്നത് ആ പൗരാണിക ചരിത്ര ഭൂമിയിലേക്കാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ചാലൂക്യ രാജവംശം ഭരിച്ചിരുന്ന ഇന്നത്തെ ചിത്രദുർഗ ജില്ലയിലെ 11-ാം നൂറ്റാണ്ടിൽ ചാലൂക്യർ രചിച്ച ഒരു ചരിത്ര ഗ്രന്ഥമാണ് ചിത്രദുർഗ ഫോർട്ട്. വർഷങ്ങളായി ഹൃദയത്തിൽ കൊണ്ടുനടന്ന ആഗ്രഹമാണ് ചിത്രദുർഗ സന്ദർശനം. ഹംപിയിലേക്കുള്ള യാത്രാവേളയിൽ ചിത്രദുർഗ കോട്ടയിലേക്കുള്ള വഴി ചൂണ്ടി നിൽക്കുന്ന ബോർഡ് നിന്നിരുന്നെങ്കിലും അങ്ങോട്ട് പോകാൻ അന്ന് അവസരം ഉണ്ടായിരുന്നില്ല. ഹംപിയിലേക്കുള്ള സവാരിയോടൊപ്പമുള്ള 3-ാം യാത്രയിലാണ് ഇപ്പോൾ ഈ ആഗ്രഹം സഫലമാകാൻ പോകുന്നത്. ചിത്രദുർഗ എന്ന ചരിത്ര വിസ്മയത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇതാ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കരിങ്കല്ലിൽ തീർത്ത ഭീമാകാരമായ ചിത്രദുർഗ കോട്ട രാവണൻ കോട്ട പോലെ എന്റെ മുമ്പിൽ തല ഉയർത്തി നിന്നു. ഏതാണ്ട് 15 നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ദുർഗ കോട്ടയിലേക്ക് ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ കൗതുകത്തോടെ ഞാൻ നടന്നു. കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ചിത്രദുർഗ നഗരത്തിനടുത്ത് മലകൾക്ക് ചുറ്റുമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കോട്ട എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അതുല്യമായ മനോഹാരിതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെ കർണാടക സംസ്ഥാനം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ചാലൂക്യ രാജവംശമാണ് 11-ാം നൂറ്റാണ്ടിൽ ഈ കോട്ട നിർമ്മിച്ചത്. 11-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള ഹൊയ്സാല ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴാണ് കോട്ടയ്ക്കുള്ളിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളുടെ നിർമ്മിതി നടന്നത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. ജലസേചനത്തിലുള്ള കുളങ്ങളും കുടിവെള്ളത്തിനുള്ള ടാങ്കുകളുമൊക്കെ ഹൊയ്സാല രാജാക്കന്മാരുടെ സംഭാവനയാണത്രേ. 14-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിൽ വലിയ കൂട്ടിച്ചേർക്കലുകൾ നടന്നു. 19 പ്രധാന കവാടങ്ങളും രഹസ്യ വഴികളും ഹിഡുംബ ക്ഷേത്രത്തിന്റെ നിർമ്മാണവും ഒക്കെ അക്കാലത്താണ് നടന്നത്. മടിക്കേരി നായിക വംശം വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രതിനിധികളായാണ് ഭരണം നടത്തിയിരുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടെയാണ് ഈ കോട്ട അവരുടെ സ്വന്തമായി തീർന്നത്. ഇക്കാലത്താണ് കോട്ടയുടെ അകത്തുള്ള പ്രധാന നിർമ്മിതികൾ നടന്നത്. പ്രധാന കോട്ടമതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ തുടർച്ചയായ കോട്ടകൾ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് കാണാം. പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ കന്മതിലുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. കിണറുകൾ, കുളങ്ങൾ, ജലസേചന പദ്ധതികൾ, ധാന്യസംഭരണശാലകൾ, ഓയിൽ സംഭരണികൾ, രഹസ്യ വഴികൾ, സൈനിക നിരീക്ഷണ സ്ഥലങ്ങൾക്കു വേണ്ടിയുള്ള കൊത്തളങ്ങൾ, രഹസ്യവാതിലുകൾ എന്നിവയൊക്കെ അക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. നൂറ്റാണ്ടിൽ അതായത് 1779 മൈസൂർ സുൽത്താനായ ഹൈദരാലി നായ്ക്കരുമായി കനത്ത പോരാട്ടം നടത്തി ഈ കോട്ടയും പ്രദേശവും കൈക്കലാക്കി മൈസൂർ രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ഹൈദരാലിയുടെ കാലത്ത് കോട്ടയ്ക്കുള്ളിൽ സൈനികർക്ക് സ്ഥിരമായി താമസിക്കാനുള്ള മിലിറ്ററി കെട്ടിടങ്ങളാണ് പണിതത്. ഹൈദരാലിക്ക് ശേഷം ടിപ്പുവിന്റെ കാലത്തും സൈനികാധിഷ്ഠിതമായ നിർമ്മിതികളാണ് കൂടുതലായി നടന്നത്.
ഇതാണ് ബലിക്കല്ല്. മടിക്കേരി നായ്ക്കരുടെ കാലത്താണ് ഈ ബലി ആചാരം നടന്നത്. വലിയ യുദ്ധങ്ങൾക്ക് മുമ്പ് യുദ്ധം ജയിക്കുന്നതിനോ ശത്രുനാശം സംഭവിക്കുന്നതിനോ വേണ്ടി ഒരുപക്ഷെ മൃഗബലി നടന്ന സ്ഥലമായിരിക്കണം ഇത്. എന്നാൽ ഇതിന് വ്യക്തമായ തെളിവില്ല. അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ കൊട്ടാരങ്ങളിലും കോട്ടകളിലും ശിവക്ഷേത്രങ്ങളിലും പ്രധാന ചടങ്ങുകൾക്ക് മുമ്പ് പശു, കോഴി, ആട് മുതലായ മൃഗങ്ങളെ ബലിയർപ്പിച്ചിരിക്കുന്നതായി ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ എന്തോ ആകാം ഈ ബലിക്കല്ല്. ഒരു പക്ഷേ മനുഷ്യബലി നടന്നു കാണുമോ എന്ന അസ്വസ്ഥജനകമായ ചിന്തയോടെയാണ് ഞാൻ മുമ്പോട്ട് നടന്നത്. നടന്നെത്തിയത് രാജാക്കന്മാരുടെ ജിംനേഷ്യം നടന്ന സ്ഥലത്താണ്. ഇരുമ്പ് വാതിൽ അടച്ചിട്ടതിനാൽ അതിനകത്തെ സംവിധാനങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അതിനകത്തെ ഇരുട്ട് കോട്ടയുടെ വെളിപ്പെടാത്ത ചരിത്രം പോലെ എൻ്റെ മുമ്പിൽ നിറഞ്ഞു നിന്നു. ഇതാ ചിത്രദുർഗയുടെ 7 മതിലുകളും പ്രവേശന കവാടങ്ങളും കീഴടക്കി കോട്ടയ്ക്കുള്ളിൽ ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ തൂക്കുമരം പോലെ ഒരു സംവിധാനം കാണാനുണ്ട്. കുറ്റം ചെയ്തവരെ പൊതുജന മധ്യത്തിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടി ആയിരിക്കുമോ ഇത് നിർമ്മിച്ചത്? ആവോ അറിയില്ല. വ്യക്തമായ ചരിത്രരേഖകൾ ഇല്ല. വീണ്ടും ഒരു പ്രവേശന കവാടം. എത്രയെത്ര കവാടങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളിലെന്ന് ചിന്തിച്ചുകൊണ്ട് കരിങ്കൽ പാറയിൽ കൊത്തിയുണ്ടാക്കിയ പടവുകളിലൂടെ നടന്ന് അമ്പലമെന്ന് തോന്നിക്കുന്ന ഒരു നിർമ്മിതിയിലെത്തി. അതിനരികിലൂടെ നടന്ന് എത്തിയതോ ഒരു വ്യൂ പോയിന്റിലാണ്. വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ചിത്രദുർഗ നഗരത്തിന്റെ വ്യക്തമായ ആകാശ ദൃശ്യം കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഹൈദരാലി സൈന്യവുമായി വരുന്ന കാഴ്ച നായിക്ക രാജാക്കന്മാരുടെ കാവൽഭടന്മാർ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടാകാം. കോട്ടയ്ക്കകത്തുള്ള ഒരു ക്ഷേത്രമാണിത്. വലിയ പാറക്കടിയിലേക്കാണ് ക്ഷേത്ര കവാടം കാണപ്പെടുന്നത്. ശിവക്ഷേത്രമാണോ ഹിഡിംബേശ്വരി ക്ഷേത്രമാണോ എന്ന് തിരക്കിനിടയിൽ നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് മേലോട്ട് നോക്കിയപ്പോൾ മലയ്ക്ക് മുകളിൽ ഒരു കൊത്തളവും അവിടേക്ക് കയറാൻ കൊത്തിവെച്ചിരിക്കുന്ന കൊത്തുപടവുകളും കാണാനിടയായി. പെട്ടെന്ന് തന്നെ ആ ഏതാണ്ട് കുത്തനെയുള്ള പാറയിലേക്ക് കൈകൾ കുത്തി പരന്നു കയറി. കോട്ടയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഇത്. അവിടെ നിന്ന് നോക്കുമ്പോൾ അകലെ മലയ്ക്ക് മുകളിലുള്ള രാജാവിന്റെ കൊട്ടാരം കാണാനുണ്ടായിരുന്നു. എതിർഭാഗത്ത് താഴെ ചിത്രദുർഗ നഗരത്തിന്റെ മനോഹരമായ ദൃശ്യവും കാണാനിടയായി. ഇനി അങ്ങോട്ടുള്ളത് ഒരു സാഹസിക പ്രവൃത്തിയായിരുന്നു. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടതിന്റെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോഴാണ് ആകെ ഭയന്നുപോയത്. ഏതാണ്ട് കുത്തനെയുള്ള പാറ തന്നെ ആയിരുന്നു അത്. ഇറങ്ങാനുള്ള പടവുകളാണെങ്കിൽ കഷ്ടിച്ച് ഒരു പാദവലിപ്പത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ കുറെ പടവുകൾ ഇറങ്ങിയെങ്കിലും പിന്നീട് താഴേക്ക് ഇറങ്ങാൻ വല്ലാണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവിടെ ഇരുന്നു കൊണ്ട് താഴത്തെ പടവുകളിൽ പാദമുറപ്പിച്ച് ഇറങ്ങാൻ തുടങ്ങി. റിസ്ക് വേണ്ടായിരുന്നെന്ന തോന്നലും ഉണ്ടായി. ഫോണിലെ ബാറ്ററി തീർന്ന് നിശബ്ദമാവുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങ് താഴെ ഞാൻ ഇറങ്ങുന്നതിൻ്റെ വീഡിയോ ഒരാൾ പകർത്തുന്നുണ്ടായിരുന്നു. വീണുപോയാലും കാണാൻ ഒരാൾ ഉണ്ടെന്ന സമാധാനത്തോടെയാണ് പിന്നീട് ഇരുന്നും പരന്നും ഏറെ സമയമെടുത്തുകൊണ്ട് ആ കയറ്റം പാറപ്പുറത്തുകൂടി ഇറങ്ങി തീർത്തത്. സംഘത്തിലെ ജയപ്രകാശ് എന്ന സുഹൃത്താണ് ഈ അപൂർവ വീഡിയോ പകർത്തിയെടുത്തത്.
വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.